മിശിഹായിൽ പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, പ്രിയമക്കളെ, ഈ പ്രഭാതത്തിൽ ആമോസിന്റെ പുസ്തകം 9-ാം അധ്യായം 7-ാമത്തെ വാക്യം. ദ ബുക്ക് ഓഫ് ആമോസ് ചാപ്റ്റർ 9:7. കർത്താവ് അരുളി ചെയ്യുന്നു, ഇസ്രായേൽ ജനമേ, നിങ്ങൾ എനിക്ക് എത്യോപ്യക്കാരെ പോലെ അല്ലയോ? ഇസ്രായേൽക്കാരെ ഈജിപ്തിൽ നിന്നും, ഫിലിസ്ത്യരെ കഫ്തോറിൽ നിന്നും, സിറിയക്കാരെ കീറിൽ നിന്നും കൊണ്ടുവന്നത് ഞാനല്ലയോ? ദൈവമാണ് ഫിലിസ്ത്യരെയും അരാമ്യരെയും ഇസ്രായേലിനെയും നടത്തുന്നത്. ഇസ്രായേലിനെ മാത്രമല്ല, മറ്റു ജാതികളെയും ദൈവം നടത്തുന്നുവെന്ന് പ്രവാചകൻ ഇവിടെ പറയുകയാണ്. എന്നാൽ ഇസ്രായേലിന്റെ പ്രത്യേക പദവിയുടെ കാര്യം എന്താണ്? അവരുടെ കാര്യങ്ങൾ ക്രമീകരിച്ച ദൈവം മറ്റുള്ളവരുടെ ആവശ്യങ്ങളെയും നിറവേറ്റിയല്ലോ. ഇസ്രായേലിനെ തിരിച്ചു കൊണ്ടുവന്നതുപോലെ ഫിലിസ്ത്യരെ കഫ്തോറിൽ നിന്നും അമോന്യരെ കീറിൽ നിന്നും കൊണ്ടുവന്നു. ഒരു പ്രധാന വ്യത്യാസം കാണാം. ഇസ്രായേലിനെ പ്രവാചകനായ ആമോസ് അവരെ ദൈവമാണ് കൊണ്ടുവന്നത് എന്ന് മനസ്സിലാക്കി ആ വാസ്തവം ജനത്തോട് പറഞ്ഞു. ജനം അത് വിശ്വസിച്ചു. മറ്റു ജാതികൾക്കിടയിൽ സമദർശനമുള്ള പ്രവാചകന്മാർ ഇല്ലായിരുന്നു. യാദൃച്ഛികമായി അവർ വന്ന് എന്നായിരുന്നു അവരുടെ ധാരണ. അവരെയും ദൈവമാണെന്ന് അയച്ചതെന്ന് മനസ്സിലാക്കുവാൻ ഇസ്രായേലിനെ പ്രവാചകന് സാധിച്ചു. അതാണ് ദൈവജനവും അല്ലാത്തവരും തമ്മിലുള്ള വ്യത്യാസം. ദൈവജനം തങ്ങളുടെ ജീവിതത്തിൽ ഇടപെട്ട് ദൈവമാണെന്ന് മനസ്സിലാക്കുമ്പോൾ മറ്റു ജനങ്ങൾ ഒരുപക്ഷെ എങ്ങനെയോ കാര്യങ്ങൾ നടന്നു എന്ന് ചിന്തിക്കുന്നവരാണ്. ദൈവം പ്രവർത്തിക്കുന്നത് കാണുവാൻ കഴിവുള്ളവർ ദൈവജനമാണ്. സഭയുടെ ചരിത്രത്തിൽ മാത്രമല്ല, ലോക ചരിത്ര സംഭവങ്ങളിലും ഭാരത ചരിത്ര സംഭവങ്ങളിലും ദൈവകരങ്ങൾ പ്രവർത്തിക്കുന്നത് കാണുവാൻ ക്രൈസ്തവന് കഴിയും. നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ദൈവം പ്രവർത്തിച്ചതും കാണുവാൻ സാധിക്കും. അപ്രകാരം സാധിക്കുന്നുണ്ടെങ്കിൽ നാം ദൈവത്തിന്റെ ജനമാണ്. എല്ലാവരെയും ദൈവം നടത്തുന്നു. ദൈവം അത് മനസ്സിലാക്കി ബോധ്യപ്പെടുകയാണ് ആവശ്യം. നമ്മുടെ കർത്താവ് മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയും നിങ്ങളെല്ലാവരോടും കൂടി ധാരാളമായിട്ടുണ്ടായിരിക്കട്ടെ, എപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.